റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ IPO പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് റേറ്റിൽ സ്റ്റോക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത. മറ്റുള്ള കൺവെൻഷണൽ റിന്യൂവബിൾ എനർജി കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഹൈബ്രിഡ് പ്രോജക്റ്റുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 300 മെഗാവാട്ട് ശേഷിയുള്ള ഒരു റിന്യൂവബിൾ ഹൈബ്രിഡ് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് റീസെൻ്റ്ലി കമ്പനിക്ക് ഓർഡർ ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 1988 കോടി രൂപയുടെ ഫിനാൻസിംഗ് കമ്പനി പവർ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ PFCയുമായി നടത്തി എന്നുള്ളതും സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്നുള്ള സോളാർ പവറും ഗുജറാത്തിലെ ഭുജിൽ നിന്നുള്ള വിൻഡ് പവറും NTPCയിൽ നിന്നും അക്വയർ ചെയ്ത നാഷണൽ ഗ്രിഡ് വഴി ബാറ്ററി കണക്ടിവിറ്റിയോടുകൂടി സെറ്റപ്പ് ചെയ്താണ് ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് ACME സോളാർ ഹോൾഡിംഗ്സ് എന്ന കമ്പനിയുടെ റവന്യൂവിനെ ഇരട്ടിയാക്കുമെന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 28-ാം തീയതിയാണ് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡായത്. 2900 കോടി രൂപയുടെ IPO ആയിട്ടാണ് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡായത്. അതിനുശേഷം സ്റ്റോക്ക് 292 രൂപ വരെ ഉയരുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് വരികയും സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് NHPCയിൽ നിന്നും മറ്റൊരു 250 മെഗാവാട്ട് ശേഷിയുള്ള ഫിം ആൻഡ് ഡിസ്പാച്ചബിൾ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിരുന്നു. കൺവെൻഷണൽ പ്രോജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതും ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ്. സോളാർ, വിൻഡ്, ബാറ്ററി മുതലായ 3 സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള പ്രോജക്റ്റുകളെക്കാളും ഉയർന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ട് വരും സമയങ്ങളിൽ കമ്പനിയുടെ എബിറ്റയിലും റവന്യൂവിലും വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനോടൊപ്പം തന്നെ PFC എന്ന സ്റ്റോക്കിനെയും വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. PFC എന്ന സ്റ്റോക്കും അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഒരു സമയത്ത് 580 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കിന് 480 എന്ന റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. പവർ ഫിനാൻസിംഗ് സെക്ടറിലെ കമ്പനി ആയതുകൊണ്ട് REC, PFC പോലുള്ള സ്റ്റോക്കുകളെ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഈ സ്റ്റോക്കുകൾ മികച്ച ഡിവിഡൻഡ് നൽകുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിഞ്ഞ് 4673 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 5035, 52 വീക്ക് ലോ 2847. ഇൻഡിഗോയ്ക്ക് പ്രമുഖ ബ്രോക്കേജായ എലാറ സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 19% അപ്സൈഡിൽ 5309 രൂപയുടെ ടാർഗറ്റും നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. 2014 മുതൽ 19 വരെയുള്ള കാലയളവിൽ ഇൻഡിഗോയുടെ PW എഞ്ചിൻ ഫിറ്റഡ് ഫ്ലീറ്റ് ഗ്രൗണ്ടഡ് ആയതിനെ തുടർന്ന് കമ്പനിയുടെ ഗ്രോത്ത് റേറ്റിൽ ഒരു ഇടിവ് വന്നിരുന്നു. ഇത് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിലും പ്രതിഫലിച്ചിരുന്നു. എന്നാൽ PW എഞ്ചിൻ ഫ്ലീറ്റ് വീണ്ടും ആക്റ്റീവ് ആകുന്നതോടുകൂടി 2025 മുതൽ 28 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വളർച്ചയിൽ 12% CAGR വളർച്ച പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്, ഓരോ വർഷം കഴിയുന്തോറും ഇൻഡിഗോ വഴി അല്ലെങ്കിൽ ഇൻഡിഗോ ക്യാരി ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ട്. 2023 100 മില്യൺ പാസഞ്ചേഴ്സ് ആയിരുന്നു ഇൻഡിഗോ ഹാൻഡിൽ ചെയ്തതെങ്കിൽ അത് 2024 112 മില്യൺ പാസഞ്ചേഴ്സായി ഉയരുമെന്നാണ് കമ്പനിയുടെ CEO പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ ഇംപ്രൂവ് ആകുന്നതോടൊപ്പം തന്നെ കൂടുതൽ പാസഞ്ചേഴ്സ് ഇൻഡിഗോ സെലക്ട് ചെയ്യുന്നത് ഇൻഡിഗോയെ ഗ്ലോബൽ ഏവിയേഷൻ സെക്ടറിലെ ഒരു ലീഡറാക്കി മാറ്റാൻ സഹായിക്കും എന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത്. കൂടാതെ കമ്പനി കൂടുതൽ എയർക്രാഫ്റ്റുകൾ പ്രൊക്യൂർ ചെയ്യാൻ തീരുമാനിച്ചതും കമ്പനിയുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം 5000 ഒരു റെസിസ്റ്റൻസ് സോണാണ്. 5000 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്ക് ഇപ്പോൾ 4681 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 5000 ശേഷം ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിയും ഇൻഡിഗോ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്